Download now. CC Learning app. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ദിസ് ഇസ് മീ അൽഫിൻ അബ്ദുൽ സലാം. മക്കളെ, നിങ്ങൾ +2 കഴിഞ്ഞതിന് ശേഷം ഡിഗ്രി പഠനം കേരളത്തിന് വെളിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ഇഫ്ലു യൂണിവേഴ്സിറ്റി പോലെയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും നല്ല ഡിഗ്രി കോഴ്സുകൾ പഠിച്ച് നല്ല എക്സ്പോഷറോട് കൂടി നിങ്ങളുടെ കരിയറിനെ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്ന ഒരു പരീക്ഷയാണ് CUET, കോമൺ യൂണിവേഴ്സിറ്റീസ് എൻട്രൻസ് പരീക്ഷ. +2 ഏതുമായി കൊള്ളട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാജുവേഷൻ കോഴ്സുകൾ ഒരു മാർക്ക് മാനദണ്ഡവും മൂല്യം വെക്കാതെ എൻട്രൻസ് പരീക്ഷയുടെ മാർക്ക് കൊണ്ട് മാത്രം ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് UG പരീക്ഷ കംപ്ലീറ്റ് ചെയ്ത് UG കോഴ്സുകളിലേക്ക്, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് BA ഇംഗ്ലീഷ് ആണ് എടുക്കാൻ താല്പര്യമെങ്കിൽ നിങ്ങൾ എഴുതേണ്ട പരീക്ഷയാണ് CUET ഇംഗ്ലീഷ് UG പരീക്ഷ. ഇതിൻ്റെ സിലബസ് വളരെ സിമ്പിളാണ്. 3 തരം പാസേജുകളാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ കുറച്ചധികം ഗ്രാമർ പോർഷൻസും, മുഴുവനും കൂടെ 7 ടോപ്പിക്കുകൾ മാത്രമാണ് നിങ്ങൾക്ക് കവർ ചെയ്യേണ്ടത് സിലബസിൽ. പക്ഷേ മനസ്സിലാക്കുക, ഈ പരീക്ഷയിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. പാസേജ് ചോദ്യങ്ങൾക്ക് ഏറ്റവും പ്രാക്ടീസോട് കൂടി തന്നെ നിങ്ങൾക്ക് എളുപ്പമെന്ന് ആൻസർ കണ്ടെത്താനായിട്ട് സാധിക്കും. പക്ഷേ നിങ്ങൾക്ക് എങ്ങനെയാണ് ഗ്രാമർ പോർഷൻസിൽ പെർഫെക്റ്റ് ആക്കേണ്ടി വരുന്നത്? അവിടെ വരുമ്പോൾ നമ്മൾ കാണുന്ന എളുപ്പമുള്ള ചോദ്യങ്ങളെക്കാളും വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഗ്രാമറിൽ ഫേസ് ചെയ്യേണ്ടി വരിക. അതിന് പോലെ ഒരു എക്സാമ്പിളാണ് മക്കളെ ഇത്. Rearrange the following phrases into a meaningful sentence. The beginning of the sentence has been given below. The need for a scientific understanding. നോക്കിയ മക്കളെ, നമുക്കിവിടെ ആദ്യം തന്നെ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. ഇതിന് ബാക്കി വരുന്ന സെന്റൻസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതിനെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ അറേഞ്ച്മെന്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. The Rio Earth Summit, the first of its kind, involving world leaders on environment and development of natural ecosystem, including forest, was the main objective of phenomena like climate change, biodiversity and conservation. മക്കളെ, നമുക്കിവിടെ ആദ്യത്തെ ഓപ്പണിംഗ് സെന്റൻസ് തന്നിട്ടുണ്ട്. ദ നീഡ് ഫോർ എ സയന്റിഫിക് അണ്ടർസ്റ്റാൻഡിങ്. സയന്റിഫിക് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ നീഡ് എന്നുള്ളതാണ് നമ്മളെ സെന്റൻസ്. എന്തിനെ പറ്റിയുള്ള നീഡ് എന്നുള്ള കാര്യം നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് നോക്കാം. മക്കളെ, ഏത് സെന്റൻസ് അറേഞ്ച്മെന്റ് സിസ്റ്റം ആണെങ്കിലും നമ്മൾ നോക്കേണ്ടത് ഈ സെന്റൻസിന്റെ അവസാനം എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു, അടുത്ത സെന്റൻസുകളുടെ തുടക്കം എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അണ്ടർസ്റ്റാൻഡിങ് ദ റിയോ എർത്ത് സമ്മിറ്റ്, നമുക്ക് എന്ത് ചെയ്യേണ്ട? എർത്ത് സമ്മിറ്റിനെ പറ്റി നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട. അണ്ടർസ്റ്റാൻഡിങ് ഇൻവോൾവിങ് 2 ING ഫോമുകൾ ചേർന്ന് വരില്ല. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് നാച്ചുറൽ എക്കോസിസ്റ്റംസ് ഇൻക്ലൂഡിങ് ഫോറസ്റ്റ്, നോക്കിയേ, അണ്ടർസ്റ്റാൻഡിങ്ങിനോട് ശേഷം ഓഫ് ആയിരിക്കും വരിക. ഓഫ് തുടങ്ങിയുള്ള 2 ഓപ്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഓഫ് നാച്ചുറൽ എക്കോസിസ്റ്റംസ്, ഓഫ് ഫിനോമിന ലൈക്ക് ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, നമുക്ക് നീഡ് ഫോർ സയന്റിഫിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ശാസ്ത്രീയമായ അണ്ടർസ്റ്റാൻഡിങ് എന്തിലാണ് വേണ്ടത്? ക്ലൈമറ്റ് ചേഞ്ച്, ബയോഡൈവേഴ്സിറ്റി. ഓക്കെ, അതുപോലെ തന്നെ കൺസർവേഷൻ എന്ന് പറയുന്ന വാക്കിലാണ് ആ സെന്റൻസ് അവസാനിക്കുന്നത്. നമുക്കപ്പോൾ ആദ്യത്തെ സെന്റൻസ് ആയിട്ട് ഓപ്ഷൻ D എടുക്കാം. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫിനോമിന ലൈക്ക് ക്ലൈമറ്റ് ചേഞ്ച്, ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. എന്തിന്റെ കൺസർവേഷൻ? കൺസർവേഷൻ ഓഫ് നാച്ചുറൽ എക്കോസിസ്റ്റംസ് ഇൻക്ലൂഡിങ് ഫോറസ്റ്റ് വാസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടാമത്തെ സെന്റൻസ് ആയിട്ട് വരും അല്ലെ. എന്തായിരുന്നു? ദ നീഡ് ഫോർ എ സയന്റിഫിക് അണ്ടർസ്റ്റാൻഡിങ്. നമുക്ക് സയന്റിഫിക് അണ്ടർസ്റ്റാൻഡിങ് വേണം. അതിന്റെ നീഡ് എന്തിനെ പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ? ക്ലൈമറ്റ് ചേഞ്ച്, ബയോഡൈവേഴ്സിറ്റി, കൺസർവേഷൻ ഓഫ് നാച്ചുറൽ എക്കോസിസ്റ്റംസ് ഇൻക്ലൂഡിങ് ഫോറസ്റ്റ് എന്ന് പറയുന്ന ഫിനോമിനകളെ പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഉള്ളതായിരുന്നു മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ്. എന്തിന്റെ? ഒബ്ജക്റ്റീവ് ഓഫ് ദി റിയോ എർത്ത് സമ്മിറ്റ്, ദ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ്, ഒബ്വിയസ്ലി ഇൻവോൾവിംഗ് വേൾഡ് ലീഡേഴ്സ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്. കണ്ട മക്കളെ, ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ട? സെന്റൻസ് കൺസിഡർ ചെയ്യാൻ വേണ്ട. എപ്പോഴും നോക്കുക, ആദ്യം തന്നിരിക്കുന്ന ഫ്രേസിന്റെ അവസാനം നോക്കുക, അതിനോട് മാച്ച് ചെയ്യുന്ന തുടക്കം ഏതിനാണുള്ളത് നോക്കുക, അതിന്റെ അവസാനം മാച്ച് ചെയ്യുന്ന തുടക്കം കണ്ടുപിടിക്കുക, അതിന്റെ അവസാനം മാച്ച് ചെയ്യുന്ന തുടക്കം കണ്ടുപിടിക്കുക. അങ്ങനെ നമുക്ക് ശരിയായിട്ടുള്ള ആൻസറിലേക്ക് എത്താൻ സാധിക്കും. DCAB എന്ന് പറയുന്ന ഓർഡറാണ്
ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഓപ്ഷൻ സി DCAB. മക്കളെ, ഇങ്ങനെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് CUET പരീക്ഷയിൽ ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്നത്. ഈ ചോദ്യങ്ങൾ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യുവാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഇവിടെ നമുക്ക് എന്തറിഞ്ഞിരിക്കണം? ഒന്നിൽ കൂടുതൽ ഇഡിയംസും അതിന്റെ മീനിങ്സും ഒക്കെ അറിഞ്ഞിരിക്കണം. ഇങ്ങനെ നമ്മൾ ഒരു ചോദ്യത്തിൽ തീർക്കേണ്ട ടോപ്പിക്കിനെ നമ്മൾ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ അറിവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് മാച്ച് ദ ഫോളോയിങ്ങിൽ നമ്മളോട് ചോദിക്കുന്നത്. പുട്ട് വൺസ് ഷോൾഡേഴ്സ് ടു ദ വീൽ, ത്രോ ഡൗൺ ദ ഗോൺലെറ്റ്, കട്ട് ടു ബിഗ് ഫോർ വൺസ് ബൂട്ട്സ്, കട്ട് one's coat according to one's cloth. Okay, put one's shoulder to the wheel, work hard at task, take up a challenge, spend within the limits of what one could afford, become very conceited. നോക്കിയ മക്കളെ, ഇവിടെ കട്ട് വൺസ് കോട്ട് അക്കോർഡിംഗ് ടു വൺസ് ക്ലോത്ത്, ഒരാളുടെ തുണിക്ക് അനുസരിച്ച് തുപ്പായം തയ്ക്കുക എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ലിമിറ്റുകൾ, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിന് അനുസരിച്ച് മാത്രം കാര്യങ്ങൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നോക്കിയേ, നമുക്കപ്പോൾ എന്തറിയാം? D3 എന്നുള്ളത് ശരിയായിട്ടുള്ള ഉത്തരവാണെന്ന് നമുക്കറിയാം. ഇവിടെ നോക്കിയേ, ഇവിടെ D3 തന്നേക്കുന്ന എത്ര ഓപ്ഷൻസ് ഉണ്ട്? D3 തന്നേക്കുന്ന 3 ഓപ്ഷൻസ് ഉണ്ട്. നോക്കിയേ, നമുക്ക് മറ്റൊരു ഓപ്ഷൻ നമുക്ക് നോക്കാം. കട്ട് ടു ബിഗ് ഫോർ വൺസ് ബൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കട്ട് ടു ബിഗ് ഫോർ വൺസ് ബൂട്ട്സ്, ത്രോ ഡൗൺ ദ ഗോൺലെറ്റ്, പുട്ട് വൺസ് ഷോൾഡർ ടു ദ വീൽ എന്നീ പറയുന്ന സെന്റൻസുകളുടെ അർത്ഥം എന്താണ്? ഒന്ന് നോക്കിയേ മക്കളെ, ഇവിടെ നമുക്ക് ഒരു ഇഡിയം നമുക്ക് കാണാൻ സാധിക്കും. ത്രോ ഡൗൺ ദ ഗോൺലെറ്റ്. എന്താണത്? ത്രോ ഡൗൺ ദ ഗോൺലെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ടു ടേക്ക് അപ്പ് എ ചലഞ്ച്. ത്രോ ഡൗൺ എ ഗാൻലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളെ ഡെയർ ചെയ്യുക, ഒരാളെ ചലഞ്ച് ചെയ്യുക, ചലഞ്ച് ഏറ്റെടുക്കുക എന്നുള്ള അർത്ഥങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. ഓപ്ഷൻ D എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, സ്പെൻഡ് വിതിൻ ദ ലിമിറ്റ്സ് ഓഫ് വാട്ട് വൺ ക്യാൻ അഫോർഡ്. ഒരാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിന് ഉള്ളിൽ തന്നെ എന്താണ് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഓപ്ഷൻ ഡിയുടെ കറക്റ്റ് മാച്ച് എന്ന് പറയുന്നത്. പുട്ട് വൺസ് ഷോൾഡർ ടു ദ വീൽ, വീലിലേക്ക് ഒരാളുടെ ഷോൾഡർ കീപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓബ്വിയസ്ലി അത് എന്തായിരിക്കും മീൻ ചെയ്യുന്നത്? ടു വർക്ക് ഹാർഡ് അറ്റ് എ ടാസ്ക്. പുട്ട് വൺസ് ഷോൾഡർ ടു ദ വീൽ മീൻസ് ടു വർക്ക് ഹാർഡ് അറ്റ് എ ടാസ്ക്. പിന്നെ നമുക്ക് ആ പാട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. ഇറ്റ് മീൻസ് ഓപ്ഷൻ 4, become very conceited. Cut too big for one's boots. ഒരാളുടെ ബൂട്ട്സിന് വേണ്ടിയിട്ടാണ് ടു കട്ട് ബിഗ് ഫോർ വൺസ് ബൂട്ട്. ടു ബിഗ് ഫോർ വൺസ് ബൂട്ട് എന്ന് പറയുന്ന ഇഡിയത്തിന്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ ബിക്കം വെരി കൺസീറ്റഡ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു ഇഡിയത്തിന്റെ അർത്ഥം പറഞ്ഞാൽ പോരാ, നമുക്ക് കൂടുതൽ ഇഡിയംസിന്റെ മീനിങ് അറിയണം. നമ്മൾ ഒറ്റ ഇഡിയമിന്റെ മീനിങ് മാത്രമേ നമുക്ക് അറിയുള്ളൂ. കട്ട് വൺസ് കോട്ട് അക്കോർഡിംഗ് ടു വൺസ് ക്ലോത്ത്. നോക്കി, പല ഓപ്ഷൻസ് വരും. ഇതുപോലുള്ള കൺഫ്യൂസിങ് ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു ചോദ്യത്തിൽ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് മൈനസ് മാർക്ക് മിസ്സാകും. നമുക്ക് 5 മാർക്കുകൾ നഷ്ടപ്പെടുക മാത്രമല്ല മൈനസ് മാർക്ക് കൂടെ നമുക്ക് മിസ്സാകും. അങ്ങനെ മിസ്സാകാതിരിക്കാൻ വേണ്ടി നമുക്ക് കൃത്യമായിട്ടുള്ള പഠനം വേണം. പക്ഷേ ഈ ചെറിയ സിലബസിനെ ചോദ്യങ്ങളിലൂടെ തന്നെ പഠിച്ചാൽ നമുക്ക് 30 ദിവസം കൊണ്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? 2026 CUET UG പരീക്ഷ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. നിങ്ങളുടെ സ്വപ്ന ഡിഗ്രി നിങ്ങൾക്ക് സ്വപ്ന യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് നേടിയെടുക്കാനായിട്ട് സാധിക്കും. കേരളത്തിന് വെളിയിൽ പോയി നല്ല എക്സ്പോഷറോട് കൂടി പുതിയ ടീച്ചേഴ്സിനെയൊക്കെ കണ്ട് പരിചയപ്പെട്ട് ഒരുപാടധികം നെറ്റ്വർക്കുകൾ ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ UG പഠനം സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ നടത്തുന്നത് വളരെയധികം സഹായകരമായിരിക്കും. സോ 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് CUET 2026 ജനറൽ പേപ്പർ, കൊമേഴ്സ് ആൻഡ് ഇംഗ്ലീഷ് സബ്ജക്റ്റുകളിൽ ക്ലിയർ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും 9249089280 എന്ന് പറയുന്ന നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇന്ന് തന്നെ അഡ്മിഷൻസ് എടുക്കാവുന്നതാണ്. നമ്മുടെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനിയുമുള്ള 30 ദിവസം നമുക്ക് കൃത്യമായിട്ട് പഠിച്ച് ഉറപ്പായിട്ടും നമുക്ക് എന്ത് നേടിയെടുക്കാനായിട്ട് സാധിക്കും? ഈ വരുന്ന എന്താണ് CUET UG എൻട്രൻസ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഉറപ്പായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ആസ്പിരൻസ് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. Until next time, it is me, Alfin Abdul Salam, signing off. Thank you.